Boomer T-shirt and masks for men. എല്ലാ ഇന്ത്യക്കാർക്കും പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് മലയാളികൾക്കും. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയൊരു സിംഗിങ് ഷോയില് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കുട്ടി എത്തുക, സെലക്ട് ആവുക. ഞാൻ ആദ്യം obviously ജഡ്ജസ് ചോദിച്ചത് how old are you എന്നാണ് ഞാൻ പാടി കഴിഞ്ഞിട്ട്. സോ അത് പറഞ്ഞപ്പോൾ അവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ആൻഡ് എല്ലാ പ്രാവശ്യം സ്റ്റേജിൽ കയറുമ്പോൾ അമ്മ സൈഡിൽ ഉണ്ടാവും ഇങ്ങനെ ലൈക് കുറെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം. സോ ലൈക്ക് ഒബ്വിയസ്ലി അതിന്റെ ലൈക്ക് കുറെ തോട്ട്സ് ഉണ്ടായിരുന്നു എന്റെ ഹെഡിൽ. സോ എനിക്ക് ലൈക്ക് എല്ലാം പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് സ്റ്റാൻഡിങ് ദേർ റിയലി സ്റ്റണ്ട്. ഓസ്ട്രേലിയയുടെ ഒരു വേദിയിൽ നമ്മുടെ കേരള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു കുട്ടി പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വികാരം ഉണ്ടല്ലോ. എന്തായിരുന്നു ആദ്യം ആ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത്? വീട്ടിലുള്ള ഒരു സെറ്റ് മുണ്ടൊക്കെ വെച്ച് ഓണത്തിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഡ്രസ്സ് ഇട്ടതാണ്. ദിവ്യയോടും അനൂപിനോടാണ് ചോദിക്കും, എന്തുകൊണ്ട് ജാനുവിന് സോഷ്യൽ മീഡിയ ആക്സസ് കൊടുത്തില്ല എന്ന്. അല്ല, ലീഗലി 13 വയസ്സാവാതെ പാടില്ല എന്നാണ്. അതൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വരുന്ന കമന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വയസ്സുള്ള കുട്ടി ചിലപ്പോ അത് എഫക്ട് ചെയ്യും. പല രീതിയിലുള്ള കമന്റ്സ് വരാം. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മളത് മാനേജ് ചെയ്യാനാണ് വിചാരിച്ചത്. ഹേ ഓൾ, എല്ലാ ഇന്ത്യ ഗിൽസ് പ്രേക്ഷകരും ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയിലെ ഗസ്റ്റ് അല്ല, ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നുള്ള 3 വിശിഷ്ട വ്യക്തികളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ജാനകി ഈശ്വർ, കൺഗ്രാചുലേഷൻസ്. കാരണം എന്താ പറയാ, എല്ലാ ഇന്ത്യക്കാർക്കും പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ പ്രത്യേകിച്ച് മലയാളികൾക്കും. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയൊരു സിംഗിങ് ഷോയില് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കുട്ടി എത്തുക, സെലക്ട് ആവുക. മോളെ ജാനു, എന്തായിരുന്നു ആ ഒരു എന്താ പറയാ കേരള ഡ്രസ്സ് വിട്ട് അവിടെ പാടുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ജഡ്ജസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെ അവിടെ കണ്ടു. ജാനുവിന്റെ മനസ്സിൽ എന്തായിരുന്നു ആ ഒരു സമയത്ത് പാട്ട് കഴിഞ്ഞും അപ്പം ജഡ്ജസിന്റെ ഒരു റിയാക്ഷൻ കണ്ടിട്ട്? ഞാൻ ആദ്യം obviously ജഡ്ജസ് ചോദിച്ചത് how old are you എന്നാണ് ഞാൻ പാടി കഴിഞ്ഞിട്ട്. സോ അത് പറഞ്ഞപ്പോൾ അവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ആൻഡ് ലൈക്ക് obviously അതിന്റെ എനിക്ക് അങ്ങനെ ഷോക്കൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് I knew that I was quite young. But like എല്ലാരും ലൈക്ക് ജഡ്ജസ് എല്ലാം സ്റ്റാൻഡ് അപ്പ് ചെയ്തിട്ട് വാ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ലൈക്ക് ഭയങ്കര ഹാപ്പി ആയി. ഓൾസോ എന്റെ ലൈക്ക് വിചാരം അവര് പറഞ്ഞപ്പോ your mom must be very proud, like ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യം സ്റ്റേജിൽ കയറുമ്പോ അമ്മ സൈഡിൽ ഉണ്ടാവും ഇങ്ങനെ ലൈക്ക് കുറെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം. സോ ലൈക്ക് ഒബ്വിയസ്ലി അതിന്റെ ലൈക്ക് കുറെ തോട്ട്സ് ഉണ്ടായിരുന്നു എന്റെ ഹെഡിൽ. സോ എനിക്ക് ലൈക്ക് എല്ലാം പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഐ വാസ് ജസ്റ്റ് ലൈക്ക് സ്റ്റാൻഡിങ് ദേർ really stunned. ആൻഡ് ഒരു വെസ്റ്റേൺ സോങ് പാടി ജഡ്ജസ് ഒക്കെ എണീറ്റ് നിന്ന് തന്നെ ക്ലാപ്പ് ചെയ്തു. അതിനുശേഷം ജാനകി ആ വേദിയില് കമന്റ്സ്, ജഡ്ജസ് കമന്റ്സിനിടയിൽ പാടിയത് എന്താ പറയാ, ഒരു ശ്ലോകം തന്നെ ചൊല്ലി നമ്മുടെ കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഒരു ട്രഡീഷണൽ ഒരു പാട്ട് പാടി വേദിയെ തന്നെ വേറൊരു രീതിയിലാക്കി. കാരണം എനിക്ക് തോന്നുന്നു ഓഡിയൻസ് വരെ എണീറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. ആ പാട്ട് ഒന്ന് പാടാമോ? ഓക്കെ. സോ മാത്തെ ഒരു ദാരുവർണ്ണമാണ്. അപ്പൊ അതിന്റെ തുടക്കം കുറച്ച് പാടാം. മാതേ മലയ ധ്വജ പാണ്ഡ്യ സംജാതേ ആതംഗവദന ഗുഹ ശാധോദരി ശങ്കരി ചാമുണ്ഡേശ്വരി ചന്ദ്രകലാധരി തായേ ഗൗരി ദാദ നിദദാനി ദദാനി ദദാനി പമ ദാദ നിരി സനി സദനി സദ പമ മദദ. ആൻഡ് 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ പലപ്പോഴും തോന്നിയിട്ടില്ലേ, കാരണം അതിന്റെ താഴെ തന്നെ പാട്ട് കേട്ടിട്ട് പലരും കമന്റ് ചെയ്യുന്ന ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള വോയിസ് ആണ്, ഭയങ്കര ലെവലിലേക്കാണ് തോന്നുന്നത്. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കൂടുതൽ വരുന്നത്. ഈ 12 വയസ്സ്
ഒരു കുറവായിട്ട് തോന്നിയിട്ടുണ്ട്? ഇത്രയും തന്നെ നേടുമ്പോഴേ അത് ജാനു എനിക്ക് തോന്നുന്നു പ്രൂവ് ചെയ്യുകയാണോ മറ്റുള്ളവർക്ക് ഈ വയസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന്? അതിന് തന്നെയാണ് ഞാൻ ലൈക്ക് ഈ ഇത്ര ഏർലി വോയിസിൽ പോയത്. ബിക്കോസ് ലൈക്ക് obviously most people would have said oh you should wait longer, but like ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും അത് കാണിക്കാനാണ് ലൈക്ക് ഈ ഏജിൽ പോയത്. സോ ഞാൻ ലൈക്ക് obviously ഒരു റോൾ മോഡൽ അങ്ങനെ പറയാൻ പറ്റില്ല, but like ഞാൻ പോയത് in hopes that like other young people would be like oh okay if she's going on The Voice this young എനിക്ക് എന്റെ like dreamsൽ like focus ചെയ്യാം അങ്ങനത്തെ things ഒക്കെ. So ഒപ്പം ഏറ്റവും ഇതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ചിങ്ങമാസമാണ്, ഇവിടുത്തെ ഓണം ഇങ്ങെത്തി, തിരുവോണം ഇങ്ങെത്തി. ഓസ്ട്രേലിയയുടെ ഒരു വേദിയിൽ നമ്മുടെ കേരള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു കുട്ടി പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വികാരം ഉണ്ടല്ലോ. എന്തായിരുന്നു ആദ്യം ആ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തത്? അതിനെ പറ്റി ഒന്ന് പറയാമോ? ആ ഡ്രസ് അമ്മ പറയാം, കാരണം അമ്മയ്ക്ക് നമ്മുടെ നാട്ടിൽ എല്ലാ വർഷവും വരാറുണ്ട്. അപ്പൊ നാട്ടില് വരുമ്പോ ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് വരാറ്. അപ്പൊ കഴിഞ്ഞ വർഷം നാട്ടിൽ പോകാൻ പറ്റാത്ത കാരണം ഇവിടെ ജാനകി ഈ ഒരു പ്രായമാണല്ലോ, അപ്പൊ പെട്ടെന്ന് വലുതാവുകയും ചെയ്തു. അപ്പം വീട്ടിലുള്ള ഒരു സെറ്റും മുണ്ടൊക്കെ വെച്ച് ഓണത്തിനൊരു അഡ്ജസ്റ്റ്മെന്റ് ഡ്രസ്സ് ഇട്ടതാണ്. അപ്പൊ ഇട്ട് കഴിഞ്ഞ് ഓണത്തിന് തന്നെ നമ്മൾ ഫോട്ടോ ഇതില് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടപ്പോ എല്ലാവരും നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതേപോലെ ഒരു ചാൻസ് കിട്ടി സ്റ്റേജിൽ കയറാൻ പോകുമ്പോ നമ്മൾ ഒരുപാട് ഡ്രസ്സ് ട്രൈ ഔട്ട് ചെയ്യുമല്ലോ. പക്ഷെ എല്ലാം ട്രൈ ഔട്ട് ചെയ്തപ്പോഴും എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നില്ല ഒന്നും, എല്ലാം ഒരു നോർമൽ ഇതുപോലെ തോന്നുക. അപ്പോ ഈ ഡ്രസ് ഇട്ട് കണ്ടപ്പോ ശരിക്കും അത് കൊള്ളാലോ എന്ന് തോന്നി. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്ര ഒരു ഇത് വരുമെന്ന് വിചാരിച്ചില്ല. കാരണം ഫ്യൂഷൻ ഡ്രസ്സസ് ഒക്കെ എല്ലാവരും ഇപ്പൊ ട്രൈ ചെയ്യാറുണ്ട്. ഈവൻ വലിയ വലിയ ഡിസൈനേഴ്സ് ഒക്കെ തന്നെ ഈ ഫ്യൂഷൻ ഡ്രസ്സ് ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇത്രയും ഒരു എല്ലാവർക്കും ഇത്രയൊരു ഇഷ്ടപ്പെടും അത്ര വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് സന്തോഷം. അവിടെ 4 ജഡ്ജസ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ജഡ്ജസിന്റെ ടീമിലേക്ക് പോകണം. അപ്പൊ ഞാനും ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ആദ്യത്തെ ആള് അമ്മ ഇന്ത്യൻ വംശജ അതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തിലൂടെ പോകുന്നു. അടുത്ത ആളിങ്ങനെ നോക്കി. എന്തായിരുന്നു ഫൈനല് ഒരാളുടെ കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടി ജാനുവിനെ പ്രേരിപ്പിച്ചത്? Honestly ഞാൻ മുന്നേ തന്നെ if I did get Jess to turn Jess തന്നെയായിരുന്നു the first pick, because like I just found her aura very comforting. Also അവരുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആൻഡ് ആ കോച്ചസ് എല്ലാവരും ലൈക്ക് കോമെന്റ്സ് പറയുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം എല്ലാവരും നല്ലോണം പിച്ച് ചെയ്തു, എസ്പെഷ്യലി ഗായ്, ബിക്കോസ് ലൈക്ക് ഇന്ത്യൻ ഹെറിറ്റേജ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞപ്പോ like he seemed very fitting, but then like അപ്പൊ ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി ആരൊക്കെ ചൂസ് ചെയ്യണം. അതുമല്ല ക്രൗഡിൽ നിന്ന് എല്ലാവരും ലൈക്ക് പറയുന്നുണ്ട് ഒരു സൈഡ് റീഡ ജസ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കീപ്. സോ ഞാൻ അമ്മേനോട് അച്ഛനോടും ലൈക്ക് നോക്കി ആൻഡ് അമ്മ said like that, and other first choice, so and the first choice Jess ആയിരുന്നു. So I just went with her. ഓക്കെ. ആൻഡ് അമ്മയുടെ ഒരു ഗൂഗിൾ സെർച്ചിൽ നിന്നാണ് ആരാണ് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് കണ്ടതാണ് എവിടെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ആരാണ് ഇംഗ്ലീഷ് പാട്ട് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റൈൽ ആരാ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. ആ ഗൂഗിൾ സെർച്ച് ഇപ്പം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടോ അമ്മയ്ക്ക്? അത് ഒരു ഭയങ്കര ഒരു ഡെസ്റ്റിനി തന്നെ ഞാൻ പറയും. കാരണം ഇവിടെ വന്ന് നമുക്കൊന്നും അറിയില്ല. അങ്ങനെ സെർച്ച് ചെയ്തപ്പം ഫസ്റ്റ് വന്ന അത് അവരുടെ സെർച്ച് എഞ്ചിന്റെ ഗുണമാണ്. ഫസ്റ്റ് വന്ന പേരാണ് ഡേവിഡ് ജാൻസ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റിവ്യൂ ഒക്കെ വായിച്ചപ്പോ നന്നായിട്ട് തോന്നി. അങ്ങനെ അവിടെയാണ് ജാനു ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ 8 വയസ്സാണ്, പോയി പാട്ട് പഠിക്കുന്നു. ഇന്ത്യ എന്ന പേരുള്ള ഒരു കുട്ടിയാണ് പാട്ട് പഠിപ്പിക്കുന്നത്. 8 വയസ്സുള്ള കുറെ പിള്ളേര് പാടുന്നു. അപ്പം ആ സ്കൂളിന്റെ മാസ്റ്റർ കോച്ചാണ് ഈ ഡേവിഡ് ജാൻസ്. പുള്ളിനെ എല്ലാവരും നോക്കി കാണുന്നത് ഒരു വലിയ 30 വർഷമായിട്ട് ഇവിടെ പാട്ട് പഠിപ്പിക്കുകയാണ്. ഡേവിഡിന്റെ പല സ്റ്റുഡൻസും ദ വോയിസിൽ മുന്നേ വിന്നേഴ്സ് ആയിട്ടുണ്ട്, എല്ലാ സീസണിലും ടോപ്പ് ഇതിലൊക്കെ വരാറുണ്ട്. അപ്പം ഡേവിഡിനെ എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയാണ് കാണുക. അപ്പൊ നമ്മളും പുള്ളി ഇങ്ങനെ അതിൽ നടക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞാനും അനുവും ജാനുവിനെ കൊണ്ടുവിടുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര റെസ്പെക്റ്റോട് കൂടെ നോക്കും. ഓ നമ്മളെ കുട്ടീനെ പുള്ളി എപ്പോഴെങ്കിലും നോക്കുവോ എന്നൊക്കെയുള്ള. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇവിടെ പാട്ട് കേട്ടിരുന്നെങ്കിൽ അത് 450 സ്റ്റുഡൻസ് ഉണ്ട് അവരെ സ്കൂളിന്. അപ്പൊ പുള്ളിക്ക് എന്തായാലും കുറച്ച് പേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളി ഇങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്യുക എവിടെന്നെങ്കിലും പാട്ടൊക്കെ കേട്ടിട്ട്. അപ്പം ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് ജാനുവിനെ പുള്ളി ശ്രദ്ധിക്കുവോ എന്നൊക്കെ. അപ്പൊ ഇപ്പോഴും ഒരു ഇന്റർവ്യൂവിലും പറയാത്തൊരു കാര്യമാണ്, ഒരിക്കല് ഇന്ത്യ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ജാനു പാട്ട് പാടുകയാണ്. അപ്പോ പുള്ളി എന്തോ ഒരു ആവശ്യത്തിന് പുള്ളിയുടെ സ്റ്റുഡിയോന്ന് ഇറങ്ങി വെളിയിലേക്ക് നടക്കുമ്പോ ഈ പാട്ട് കേട്ടി ഡോറിന്റെ അടുത്ത് ഇങ്ങനെ നിന്നു.
അപ്പൊ എന്റെ ഫേസിൽ ഒരു എന്തോ, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാണ് ഇവിടെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പൊ എന്റെ ഫേസിൽ എന്തോ ഒരു ചേഞ്ച് കണ്ടപ്പോ എന്നോട് ചോദിച്ചു, ഈ മോളാണോ പാടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അകത്ത് കയറിയിട്ട് ഉള്ള ഫസ്റ്റ് ചോദ്യമാണ്, ഇപ്പൊ ആരാ പാട്ട് പാടിയത്? അപ്പം ജാനകി പറഞ്ഞു, അത് കേട്ടപ്പോ അവള് ശരിക്കും ഞെട്ടിപ്പോയി, അയ്യോ മോശമായി പോയി. അതായിരുന്നു പറ്റിയത്. ആദ്യം കേറിയപ്പോ ഞാൻ സിംഗ് ചെയ്യുമ്പോ തന്നെയായിരുന്നു. Like, cause yeah, he walked in and while I was singing, obviously because like Amma പറഞ്ഞ പോലെ he's a very like everyone looks up to him and respects him. So like ഞാൻ പാടുമ്പോ കേറിയപ്പോ ഞാൻ ഇങ്ങനെ like അയ്യോ കണ്ടിന്യൂ ചെയ്യണോ നിർത്തണോ ഒന്നും അറിയില്ല. But yeah, അത് കഴിഞ്ഞ് ഒന്നും പറഞ്ഞില്ല പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാല്, വലിയൊരു സ്റ്റുഡിയോ ആണത്. ആ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും കുട്ടികളെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇവിടെ വരണം, എനിക്ക് നിങ്ങളൊരു കാര്യം കാണിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാരും അവിടെ വിളിച്ചു വരുത്തി ഡോറൊക്കെ തുറന്നിട്ട് ഇവളോട് പറഞ്ഞു, ഇപ്പൊ പാടിയ പാട്ട് ഒന്നും കൂടെ പാടുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത് ഒന്നും പറഞ്ഞില്ല. അവരിങ്ങനെ സൈലൻസിൽ പാടി കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ ഡയലോഗാണ്, ഇതാണ് 8 വയസ്സുള്ള കുട്ടീനെ കാണിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇതാണ് എനിക്ക് എല്ലാ സിംഗേഴ്സിനും വേണ്ടത്, ലൈക്ക് ഷീ സിംഗിങ് ഫ്രം ദ ഹാർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ആ മൊമെന്റ് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്തത്, ഓക്കെ ഷീ ഗോട്ട് സംതിങ് ഇൻ ഹെർ എന്നുള്ളത്. പിന്നെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞ പോലെ 9ാം വയസ്സ് മുതൽ ജാനുവിനെ പാട്ട് പഠിപ്പിക്കുന്നത് ഡേവിഡാണ്. ഡേവിഡിന്റെ ക്ലാസ്സിലെ ഏറ്റവും യങ് സ്റ്റുഡന്റ് ആയിരുന്നു ജാനു. അപ്പൊ അതെ, എല്ലാം കൂടെ ഒത്തു വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു എന്താ പറയാ, ഒരു അനുഗ്രഹം എന്ന് പറയാം. ആൻഡ് വോയിസ് ഓഫ് ഓസ്ട്രേലിയയില് ഈ 10th സീസൺ ആണ്. ഈ 10th സീസണിൽ ഈ 12ാം വയസ്സിലെ കുട്ടി പാടിയ ആ പാട്ട് ഇവിടെ മലയാളികളൊക്കെ കേട്ട് ഇങ്ങനെ രോമാഞ്ചം വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടി എത്തി എന്ന് പറഞ്ഞാൽ അവരങ്ങ് ഏറ്റെടുത്തു. അതിനിടയിൽ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല, കോഴിക്കോടുകാർ കുറച്ചും കൂടി സ്നേഹം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് കാലിക്കറ്റ് സൈഡ് ചെയ്തു. അപ്പൊ എന്തായാലും മോളെ ആ ഷോയിൽ പാടിയ ആ സെലക്ഷൻ കിട്ടിയ പാട്ടിന്റെ കുറച്ച് ലൈൻസ് ഒന്ന് പാടാമോ? Thought I found a way, yeah, but you never go away. So I guess I gotta stay now. Oh, I hope someday I'll make it out of here, even if it takes all night or 100 years. Isn't it lovely, all alone, heart made of glass, my mind of stone, time made of pieces, skin of bone, hello, welcome home. ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു ചാനലിന് വേണ്ടി കൊടുത്ത അഭിമുഖത്തില് നിങ്ങൾ 3 പേരും കൂടി ഇരിക്കുമ്പോഴേക്കും അതിന്റെ താഴെ കുറെ പേര് ഒന്ന് കമന്റ് ചെയ്യുക, അയ്യോ ഇത് അരുൺ ഗോവിന്റെ ശബ്ദമല്ലേ എന്ന്. കാരണം എനിക്ക് തോന്നുന്നു അരുവേന്റെ വോയിസ് കേട്ടിട്ട് അരുൺ ഗോവിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് താഴെ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും ആ സംഗീത കുടുംബത്തിൽ തന്നെ ഇപ്പൊ എന്താ പറയുക, ലോക പ്രശസ്തി ആർജിച്ചിട്ട് വീണ്ടും മലയാളികൾക്ക് അഭിമാനം. ഒപ്പം അച്ഛനും അമ്മയും അടുത്തിരിക്കുമ്പോൾ തന്നെ മകളുടെ ഒരു ഇഷ്ടം മനസ്സിലാക്കി. നിങ്ങൾ 3 പേരും സംഗീതത്തിനോട് ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം ജാനകിക്ക് പഠിക്കാൻ അവസരം ലഭിച്ചത്? എനിക്കൊന്നു ക്ലാസിക്കൽ ഇത് മാത്രമല്ല, വെസ്റ്റേൺ മാത്രമല്ല, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരുപാട് പഠിക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ജാനകി ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്? ജാനകി ആക്ച്വലി തുടങ്ങിയത്, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ. അപ്പോ ഞങ്ങളൊരു അറിയാലോ, ഒരു മ്യൂസിക്കൽ അനിയൻ മ്യൂസീഷ്യനാണ്, ചേട്ടനൊക്കെ മ്യൂസിക് പഠിച്ചതാണ്. അപ്പം മകൾക്ക് ലൈഫിൽ മ്യൂസിക് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ നമ്മളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വയലിൻ ആയിരുന്നു. അത് സെമാൻഡ കാൽവേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഒരു വയലിൻ ടീച്ചറാണ്. അപ്പൊ അവിടെയാണ് തുടങ്ങിയത്. ആൻഡ് ഐ തിങ്ക് 5 വയസ്സുള്ളപ്പോഴാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ കർണാടിക് മ്യൂസിക് ആണ് പഠിപ്പിച്ചത്. ശോഭ ശേഖർ എന്ന് പറഞ്ഞിട്ട് കലാകൃതി സ്കൂൾ ഓഫ് മ്യൂസിക് മെൽബണില് 90s മുതൽ ഇവിടെ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 30 വർഷമായിട്ട് ഇവിടെയുള്ള ടീച്ചറാണ്. അത് കഴിഞ്ഞ് 8 വയസ്സിൽ ഇവർക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം വന്നപ്പോ, ദിവ്യ പറയുന്നത് 8 വയസ്സ് സ്കൂളിൽ പോയി തുടങ്ങി, ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കൂടിയപ്പോഴാണ് ഇംഗ്ലീഷ് പാട്ട് പഠിക്കുന്നത്. അതിന്റെ മുന്നെയാണ് എനിക്കും അനൂപിനും ഇംഗ്ലീഷ് പാട്ട് കേട്ട് പരിചയമേ ഇല്ല. നമ്മളിവിടെ ആണെങ്കിലും കാറിലും വീട്ടിലൊക്കെ തമിഴ്, ഹിന്ദി, മലയാളം ഇത്രയും പാട്ടാണല്ലോ കേൾക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പാട്ട് വീട്ടിൽ വന്ന് പാടും. നമുക്ക് തോന്നി ആ കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പക്ഷെ പാടുന്നുണ്ടോ നമുക്ക് അറിയില്ല, നമ്മള് വേറെ ആരെയും കേൾക്കുന്നില്ലല്ലോ.
അല്ല, നമുക്കിപ്പോ നമ്മുടെ കുട്ടിയുടെ പാട് ഒബിയസ്ലി ഇഷ്ടാവും, പക്ഷേ ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡിൽ അവരെങ്ങനെ എടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോ അങ്ങനെ ഒരു ഷോപ്പിംഗ് സെന്ററിൽ വെറുതെ പോയപ്പോ അവിടെ ഒരു കോമ്പറ്റീഷന്റെ ഒരു ഫ്ലയർ കിടക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ലോക്കൽ കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് വെറുതെ ഇവിടെ ഒരു പാട്ടായിട്ട് പോയി നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് ഒരു പാട്ട് പഠിച്ച് പോയി. അവിടെ പാടി കഴിഞ്ഞപ്പോ ഓഡിയൻസിന്റെയും ജഡ്ജസിന്റെയും ഒക്കെ റെസ്പോൺസ് ഭയങ്കരമായിരുന്നു. കുട്ടി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട്, ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഓണം പരിപാടിക്കൊക്കെ പാടിയിട്ടുണ്ട് സ്റ്റേജില്. പക്ഷെ ഒരു ഇംഗ്ലീഷ് പാട്ട് ഇങ്ങനെ സ്റ്റേജിൽ കയറി പാടി ഇവരെ റെസ്പോൺസ് കേട്ടപ്പം ഭയങ്കര ഇതായി. അവിടെയും ഇതേപോലെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു പാടിയത്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള. അപ്പൊ എല്ലാരും ഇതേപോലെ കുറെ എല്ലാരെ കണ്ണുന്ന് വെള്ളമൊക്കെ വന്നു. അപ്പൊ ഞങ്ങൾ തന്നെ എന്ന് 8 വയസ്സുള്ളപ്പം കേട്ടൊരു കമന്റ് ആണ്. അപ്പൊ അത് ശരിക്ക് അതെ, ഭയങ്കര ടച്ചിങ് ആയി തോന്നി. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഓക്കെ എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ അവള് ഉണ്ട് എന്ന് ഇങ്ങനെ തോന്നി. അപ്പൊ അങ്ങനെയാണ് പ്രോപ്പർ ട്രെയിനിങ്ങിന് വിടുന്നത്. മകളോടൊപ്പം ദിവ്യയും അനൂപും രണ്ടാളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് ഇങ്ങനെ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു സംഗീതത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ എഡിറ്റിംഗ്, ബാക്കി ക്യാമറ വർക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ സത്യം പറയുകയാണെങ്കിൽ അനൂപ് പറയും ഞാൻ കുറച്ച് മടിയാണ് ഇതിനൊക്കെ, പക്ഷെ അനൂപാണ് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഇതെല്ലാം പഠിച്ചെടുത്തത്. അപ്പൊ അനൂപ് പറയും, അനൂപ് എന്തൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്തതെന്ന്. ആക്ച്വലി ഈ ലോക്ക്ഡൌൺ പലർക്കും നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ഒരുപാട് പേർക്ക്, വളരെ സത്യമാണ്, നമ്മുടെ ബിസിനസ് വൈസിലും പെർഫോമൻസിന് എസ്പെഷ്യലി സ്റ്റേജ് പെർഫോമൻസ് എല്ലാം നഷ്ടമായി. നമ്മളെ സംബന്ധിച്ച് ആ ഒരു പീരീഡ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ ഇതേപോലെ ജോലി ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഫുൾ ടൈം വർക്കിംഗ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സമയം ആക്ടിവിറ്റീസ് എല്ലാം കുറവായതുകൊണ്ട്, നമ്മൾ പുറത്തു പോയി മിങ്കിൾ ചെയ്യാനുള്ള സമയം കുറവായതുകൊണ്ട്, പെർഫോമൻസ് എല്ലാം കുറവായതുകൊണ്ട് നമ്മളത് ഈ സെൽഫ് ലേണിങ്ങിനായിട്ട് ഉപയോഗിച്ചു സത്യം പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും സൂം വഴിയും ഒക്കെ കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മൾ ഓൺലൈൻ കയറി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. സൗണ്ട് മിക്സിംഗ് ഒക്കെ നമുക്ക് നാട്ടിലൊരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഓൺലൈൻ കുറച്ച് പഠിച്ചു. മിഥുൻ എന്നാണ് പേര്, കൊച്ചി ഉള്ള K7 സ്റ്റുഡിയോസിലെ സൗണ്ട് എഞ്ചിനീയർ ആണ്. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു പുള്ളിയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. പിന്നെ ബാക്കി ഇതേപോലെ വീഡിയോ എടുക്കാൻ, ലൈക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത്. ഇപ്പൊ ടൂൾസ് ഉണ്ടല്ലോ, നമുക്ക് കയറി കഴിഞ്ഞാൽ സ്വന്തം പഠിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിൽ അതെല്ലാം പഠിച്ച് യൂട്യൂബ് ചാനൽ കയറി കഴിഞ്ഞാൽ കാണുന്ന വീഡിയോസ് എല്ലാം ആക്ച്വലി നമ്മളുടെ ഒരു എഫേർട്ടാണ്. ജാനുവിന്റെ ഒരു മ്യൂസിക്, എനിക്ക് തോന്നുന്നു ജാനുവിന്റെ യൂട്യൂബ് ഒരു അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് കുറെ പാട്ടുകൾ ജാനുവിന് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളും ഇട്ടിട്ടുണ്ട്. അതില് ചെരാതുകൾ എന്നുള്ള ഒരു പാട്ട് ജാനു പാടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആ പാട്ട് കഴിഞ്ഞ ദിവസം കേട്ടപ്പോഴും അത് വേറൊരു ഫീലാണ്. ചെരാതുകൾക്ക് ഓൾറെഡി ഒരു ഫീലുള്ള പാട്ടാണ്. എത്രത്തോളം മലയാളം പാട്ടുകള് ജാനുവിന് ഇഷ്ടമാണ്? പ്രത്യേകിച്ച് പിന്നെ മലയാളം പാട്ട് തന്നെ ജാനു പാടുമ്പോഴേക്കും കുറച്ചും കൂടി വേറൊരു ലാളിത്യവും സുഖവും ഒക്കെ അതിനുണ്ട്. ആരെയാണ് മലയാളം സിംഗറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിംഗേഴ്സിൽ എനിക്ക് ഇഷ്ടം ജിത്തു ആന്റി തന്നെയാണ്. her voice is really beautiful and അതിന്ന് ഇൻസ്പിറേഷൻ എടുക്കുക. പാട്ടുകൾ ഏത് പാട്ടാണ് ഇഷ്ടം? സിത്താരയുടെ പാട്ടുകൾ മാറ്റിയത് മൊത്തം പാട്ടുകൾ കേട്ടതിൽ, റീസെന്റ് കേട്ടതില്, അല്ലെങ്കിൽ പഴയ പാട്ടുകൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഞാൻ ആക്ച്വലി മലയാളം പാട്ട് അത്ര കേൾക്കാറില്ല. ഇഷ്ടമുള്ളത് മലയാളം പാട്ട് അത്ര കേൾക്കാറില്ല എന്ന് പറയുമ്പോ ഏത് പാട്ടാണ് കേൾക്കാറുള്ളത് എന്ന് കൂടെ ചോദിക്കൂ. കാരണം കേൾക്കാറുള്ളത് കൊറിയൻ പാട്ടാണ്. ഇംഗ്ലീഷ് മലയാളം ഒന്നല്ല, കൊറിയൻ ആണ് ഫുൾ ടൈം കേൾക്കുക. മൊത്തം കൊറിയൻ പാട്ടാണോ കേൾക്കുന്നത്? ഇപ്പൊ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ക്രേസ് പോലെ ഉണ്ട്. ഇപ്പം മൊത്തത്തിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് K-pop ഒരു അഡിക്ഷൻ ഉണ്ട്. പക്ഷെ K-pop ആണെങ്കിൽ പോലും ഇവരുടെ കുറച്ച് ചോയ്സ് ചോയ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. അങ്ങനെയൊന്നുമില്ല. K-pop ക്രേസ് ഈ ജനറേഷനിൽ അങ്ങനെയില്ല. യൂഷ്വലി പറയാറ് when you do tell someone they like you listen to K-pop, അങ്ങനെയാ. It's not really like oh I listen to K-pop too, you know. But ഞാൻ majority K-pop ആണ് കേൾക്കാറ്. obviously English പാട്ട് ഇപ്പം കേൾക്കാറുണ്ട്. And mostly K-pop കേൾക്കുമ്പോൾ I like more of the R&B side. I think K-R&B is like really good. So അത് തന്നെയാണ് കേൾക്കാറ്.
ഒപ്പം സ്വന്തമായിട്ട് ഗാനരചനയുണ്ട്, സോങ് റൈറ്റിംഗും അവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഇനി കമ്പോസിഷനും ഒക്കെ സ്വന്തമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തോ ജാനു ഇപ്പോ? ഞാൻ തന്നെയാണ് ട്യൂൺ, ഗിറ്റാർ കോഡ്സ് എല്ലാം ഞാൻ തന്നെയാണ് ലൈക്ക് ഉണ്ടാക്കുന്നത്. ആൻഡ് കുറെ അത് റിലീസ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ഏറ്റവും നല്ല ക്രിറ്റിസൈസർ ആരാണ് ജാനുവിന്റെ പാട്ടില്? കാരണം എന്ത് പരാതികളുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും പറഞ്ഞു തരുന്ന ആരാണ്? അമ്മ എന്തിനാ നോക്കുന്ന? അമ്മ എന്തായാലും അമ്മയാണ്. അച്ഛനും പറയാറുണ്ട്, ബട്ട് അമ്മ എപ്പോഴും ഈ നോട്ട് ഓഫ് ആണല്ലോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ ഓക്കെ. ആൻഡ് ജാനുവിന്റെ ഗുരുനാഥന്മാരെ പറ്റി? ഇപ്പോ എന്റെ ഇപ്പം പഠിപ്പിക്കുന്ന 3 ആൾക്കാര് ഡേവിഡ് ആണ്, ആൻഡ് then Shobhanti and also Sandosh uncle. So Sandosh uncle teaches me guitar. Shobhanti is my Carnatic teacher, and David ആണ് എന്റെ വെസ്റ്റേൺ ടീച്ചർ. സോ അവരെല്ലാരും എന്നെ ഭയങ്കരമായിട്ട് obviously ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡേവിഡ് എന്നെ കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സജസ്റ്റ് ചെയ്ത ഡേവിഡ് തന്നെയാണ് obviously വോയിസ് പോകണം എന്ന് അതൊക്കെ പറഞ്ഞത്. So yeah, those 3 people have helped me a lot. Yeah. ഒപ്പം എന്താണ് ഒരു ഫ്യൂച്ചർ ഇതായിട്ട് എന്തായി തീരണമെന്നാണ് ജാനുവിന്റെ ആഗ്രഹം? എന്റെ ഫ്യൂച്ചർ ഗോൾസ് എന്ന് പറഞ്ഞാൽ പാട്ട് റിലീസ് ചെയ്യാൻ തന്നെയാണ്. ആൽബംസും EPs ഒക്കെ റിലീസ് ചെയ്യുക, പിന്നെ കുറെ ആൾക്കാർ കേൾക്കുക, അങ്ങനെ തന്നെയാണ്. ആൻഡ് those are my goals. Yeah. സിത്താരയെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ സിത്താര പാടിയ ചെരാതുകൾ എന്നുള്ള പാട്ട് 2 ലൈൻ പാടാമോ? ചെരാതുകൾ തോറും ഓർമ്മയായി തരാതെ പോ ചാരുവാമുമക്കളാൽ ചുഴലുന്നൂരി കുറ്റാക്കൂരിരുൾ കഴിയോളം ഈ ഒരു സെലക്ഷൻ കിട്ടിയതിനു ശേഷം എന്തെങ്കിലും സർപ്രൈസ് കോളുകൾ എന്തെങ്കിലും ജാനുവിനെ തേടിയെത്തിയിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാറില്ല, അപ്പൊ എനിക്ക് അറിയില്ല ഇങ്ങനെ കോൾസ് ഒക്കെ വേറെ അങ്ങനെ സർപ്രൈസ് കോൾസ് ഒന്നും വന്നിട്ടില്ല. ഒരുപാട് മെസ്സേജസും കമന്റ്സും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ജാനുവിന് ആക്ച്വലി മ്യൂസിക് ഇൻഡസ്ട്രിയില് ND മായാവ റിലീസ് ചെയ്തപ്പോ തന്നെ മ്യൂസിക് ഇൻഡസ്ട്രിയില് മ്യൂസീഷ്യൻസിന്റെ ഇടയിൽ ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് ശരിക്കും അപ്പോഴാണ് ഞങ്ങൾ ആ ഒരു ഫേസ് എൻജോയ് ചെയ്തത്. ഒരുപാട് മെസ്സേജസും പേഴ്സണൽ മെസ്സേജസും കോൾസും എല്ലാം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് കിട്ടിയിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് കോൺസ്റ്റന്റ്ലി ടച്ചിലെ കുറച്ച് പേരുണ്ട്. അപ്പൊ അവര് എല്ലാ സ്റ്റേജിലും ഇതേപോലെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ ഇപ്പോൾ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാം വഴിയും അല്ലാതെയും ഒക്കെ ആയിട്ട് മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ജാനകിയുടെ യൂട്യൂബിന്റെ ഫുൾ നെയിം എന്താണ്? ജാനകിയുടെ പേരിൽ തന്നെയാണോ യൂട്യൂബ് അക്കൗണ്ട്? ജാനകി ഈശ്വർ ആണ് എന്റെ. ജാനകി ഈശ്വർ എന്നുള്ളത്. അപ്പം ജാനകിയുടെ പ്രോജക്ട്സിൽ കംപ്ലീറ്റ് ഇനി ജാനകിയുടെ യൂട്യൂബിൽ തന്നെ ജാനകി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാണാൻ വേണ്ടി പറ്റുമല്ലോ. സ്പോട്ടിഫൈ അക്കൗണ്ട് ഉണ്ട്, ആപ്പിൾ മ്യൂസിക്കും, അതിലെല്ലാം എന്റെ ഫുൾ പേര് തന്നെയാണ്. അപ്പൊ അതിൽ മ്യൂസിക് ഒക്കെ ഉണ്ട്. ഒപ്പം 7ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതെ. അപ്പൊ 7ാം ക്ലാസ്സിലെ ക്ലാസ് ഫ്രണ്ട്സ് ഒക്കെ എന്താണ് ഈ ഒരു സെലക്ഷൻ കിട്ടിയതിനു ശേഷം അവരൊക്കെ ത്രില്ഡ് ആണോ? അവരെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരാണ് എന്നോട് ഈ ന്യൂസ് ഒക്കെ പറയാറ്, കാരണം എനിക്ക് ആക്സസ് ഇല്ലല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ആക്സസ് ഉണ്ട്. സോ അവരാണ് പറയാറ്, ഓ ദിസ് ഹാപ്പൻഡ്, ഓ ഐ സോ ദിസ് വീഡിയോ, ഐ വാസ് ലൈക്ക് വാട്ട്, ലൈക്ക് അവരാണ് എന്നോട് പറയാറ് എന്തെങ്കിലും ലൈക്ക് ഇട്ടിട്ടുണ്ടെങ്കിലൊക്കെ. ഇപ്പൊ ഞങ്ങൾ തൽക്കാലം ഓൺലൈനായിട്ട് ചോദിക്കില്ല, ദിവ്യയോടും അനൂപിനോടാണ് ചോദിക്കുക, എന്തുകൊണ്ട് ജാനുവിന് സോഷ്യൽ മീഡിയ ആക്സസ് കൊടുത്തില്ല എന്ന്. അല്ല, ലീഗലി 13 വയസ്സാവാതെ പാടില്ല എന്നാണ്. അതൊരു കാര്യം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വരുന്ന കമന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വയസ്സുള്ള കുട്ടി ചിലപ്പോൾ അത് എഫക്ട് ചെയ്യും. പല രീതിയിലുള്ള കമന്റ്സ് വരാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മളത് മാനേജ് ചെയ്യാനാണ് വിചാരിച്ചത്. പിന്നെ അതല്ല, ഇതെല്ലാം ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പൊ അവർക്ക് അവളുടെ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, അതിപ്പം ഏത് കമന്റ് ആണെങ്കിലും ചിലപ്പോ ഒരുപാട് പ്രൈസ് കിട്ടുമ്പം അത് ഒരു രീതിയിൽ എടുക്കും, അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അതൊരു രീതിയിൽ എടുക്കും. അതൊന്നും ഇല്ലാതെ അവളെ ആർട്ടിസ്റ്റിക് വാല്യൂല് കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്നാണ് നമ്മൾ വിചാരിച്ചത്.
ഇൻസ്റ്റഗ്രാമിൽ മാത്രമേ എനിക്ക് ആക്സസ് ഇല്ലാത്തുള്ളൂ. വേറെ യൂട്യൂബ്, അതെ, യൂട്യൂബിൽ ഇരുന്ന് കമന്റ് ഒക്കെ ഇരുന്ന് വായിക്കും. യൂട്യൂബിലെ ആക്സസ് വേണ്ടല്ലോ. യൂട്യൂബ്, ടിക്ടോക്ക് അതിലൊക്കെ ആക്സസ് ഉണ്ട്. So, ഓസ്ട്രേലിയയിലെ ഈ ഒരു വലിയൊരു സിംഗിങ് കോമ്പറ്റീഷനിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു പ്രതിനിധിയായിട്ട് ജാനു എത്തി. ഒരുപാട് വിജയങ്ങൾ ഇനിയും നേടാൻ കഴിയട്ടെ. ഒപ്പം ഷോയിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി പറ്റട്ടെ. ഒപ്പം ജാനുവിനെ സ്നേഹിക്കുന്ന ഓഡിയൻസിനോട് പറയാനുള്ളത്. obviously ഒരു ബിഗ് താങ്ക് യു. ലൈക്ക് ഭയങ്കര കുറെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എല്ലാവരുടെ അടുത്തും. സോ എല്ലാവരോടും ഇത് ഭയങ്കര താങ്ക് യു. ആൻഡ് keep supporting me. And yeah, അത്രയുള്ളൂ പറയാം. മോള് തന്നെ ജാനുവിന് ഇഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ സോങ്, ഏത് ഭാഷയിലെ സോങ് ആണെങ്കിലും അതും കൂടി പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. इन्ना सोना क्यों रब ने बनाया, इन्ना सोना क्यों रब ने बनाया, आवाजा तेने यारा नू मनावा, आवाजा तेने यारा नू मनावा, इन्ना सोना, इन्ना सोना, इन्ना सोना. Boomer T-shirt and masks for men.